അങ്ങനെ നമ്മൾ ജാനൂസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. അവൾക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് കഫക്കെട്ടും പനിയൊക്കെ ഉണ്ടായിരുന്നു. പനി മാറി പിന്നെ കഫക്കെട്ട് മാറാതെ ഒക്കെ ആയിരുന്നു. നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാണിക്കാനായിട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് വെച്ചുകൊണ്ടിരിക്കുന്ന അഡ്മിറ്റ് ആയിക്കോണം. പിന്നെ കുട്ടിയുടെ കാര്യമായിരുന്നു നമ്മൾ വേറെ ഒന്നും പറഞ്ഞില്ല, ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ അഡ്മിറ്റായി. അങ്ങനെ 3 ദിവസമാണ് പറഞ്ഞിരുന്നത്. പിന്നെ അത് 5 ദിവസത്തേക്ക് മാറ്റി. അങ്ങനെ അവളാണെങ്കിൽ അവളുടെ ഈ സമയമൊക്കെ ആകുമ്പോൾ ഡെയിലി അവൾ പുറത്ത് വണ്ടി പോകുന്നത് ആൾക്കാരും ഇപ്പോൾ അവൾ പിടിച്ച് നിൽക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അവിടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കും. രാവിലെ ജിൻഡു വൈകുന്നേരം വരെ ഉണ്ടാവും, രാത്രിയിൽ അമ്മ വരും. അങ്ങനെയാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം ഞാനോട് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ചേട്ടായി നാളെ പോകാനിരുന്നതാണ്, പക്ഷേ ഇവിടെ ഹോസ്പിറ്റലിലായതുകൊണ്ട് ചേട്ടായി ലീവല്ല വർക്ക് ഫ്രം ഹോം എടുത്തു. അപ്പോൾ ചേട്ടയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. നൈറ്റ് ചേട്ടൻ വീട്ടിൽ പോയിട്ട് പകരം ഹോസ്പിറ്റലിൽ അവൾക്ക് എന്തോ ഇഷ്ടമായിരുന്നു തോന്നണം. ആ കുഞ്ഞിക്കൈയിൽ ക്യാനിലൊക്കെ കുത്തിയിട്ടുണ്ടെങ്കിലും അവൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. അവൾക്ക് അവിടെ കുറേ ഫ്രണ്ട്സും പിന്നെ നേഴ്സുമാരും ഒക്കെ ഉണ്ടായിരുന്നു. അവൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ ജിൻഡു വന്നിട്ടുള്ള ഒരു പകൽ സമയം ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നേരം അവളുടെ അടുത്ത് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാണ്. നമ്മളെ വിധിയുള്ള പൊന്നാ ടൂർ പന്നിയാണോ, തൂത് പന്നിയാണോ നീ? ആശുപത്രി അല്ലേ? കൈ കാണിച്ചോത്തെ പൊന്നി, കൈ കാണിച്ചോത്തെ. എന്ത് ഇങ്ങനെയൊക്കെ നമ്മൾ ഉറങ്ങുന്നത്. അതിപ്പോൾ അവളുണ്ടായി കുറച്ച് നാൾക്ക് ശേഷം പല സ്റ്റൈലുകളാണ് ഉറക്കത്തിൻ്റെയൊക്കെ. അങ്ങനെ എനിക്കൊരു അശരീരി കേട്ടു. ജിൻഡുവിന് കാണാനില്ല. എനിക്ക് സംശയം തോന്നി. ക്യാൻറ്റീനിൽ പോയി നോക്കുമ്പോൾ തന്നെ ഇരുന്ന് നല്ല തീറ്റയാണ് ജിൻഡു. അങ്ങനെ ഞാൻ പോയി കുഴയ്ക്കാതെ വായിലോട്ട് വയ്ക്കേ, കുറേ നേരം കുഴയ്ക്കണം. ഇതൊക്കെ ജാനൂസിന് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഫ്രണ്ടാണ്. അമ്മയായാലും നല്ല കമ്പനിയായിരുന്നു. നീല് പീലി കൂട്ടി കൂട്ടിനകത്ത് കുഞ്ഞിന് തീറ്റ, കുഞ്ഞി കിടന്ന് കുഞ്ഞെ കുഞ്ഞിയുടെ കയ്യില് ജാനയെന്ന് വിളിച്ച് അങ്ങനല്ലോ ജാനനെ കൊഞ്ചിച്ച് ജാനി അങ്ങനെ അന്നെ കൂട്ടാണ്ട് തന്നെ വന്നിട്ട് ബിരിയാണിയൊക്കെ തട്ടണ തട്ട് നമ്മളെ വിടാൻ പറ്റുമോ? എന്ത് തട്ട. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പോവാണ് വീട്ടിലേക്ക്. വീട്ടിൽ പോകണ്ടാന്ന് സ്റ്റുഡൻറ് നേഴ്സുമാരൊന്നും എല്ലാവരും കാണാൻ പറ്റിയില്ല. ഇന്ന് പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ യാത്ര പറഞ്ഞ് ഇറങ്ങി അവിടെ നിന്ന്.